Hi all, welcome to Luminous Academy. നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 128/25 ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 2. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. 3. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഉത്തരം ഡി ആണ്. 1, 2, 3 ശരിയാണ്. അപ്പോൾ ലാഹോർ സെക്ഷൻ നടന്ന വർഷം 1929 ലാഹോർ സെക്ഷൻ. ഈ സെക്ഷനിലാണ് 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സെക്ഷനാണ് ലാഹോർ സമ്മേളനം. ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ സമ്മേളനവും കൂടിയാണ് ലാഹോർ സെക്ഷൻ. അപ്പോൾ ലാഹോർ സെക്ഷൻ നടന്ന വർഷം 1929. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. 2. ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തത്. 3. ഗാന്ധിജി ഈ സമരത്തെ പിൻതീയതിക്ക് വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 മാത്രമാണ് ശരി. മൂന്നാമത്തത്, ഗാന്ധിജി പിൻതീയതിക്ക് വെച്ച ചെക്ക് എന്ന് പറഞ്ഞത് ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷനെയാണ് ഗാന്ധിജി പിൻതീയതിക്ക് വെച്ച ചെക്ക് എന്ന് പറഞ്ഞത്. അപ്പം ക്രിപ്സ് മിഷൻ നിലവിൽ വന്ന വർഷം 1942 മാർച്ച് 22. 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവായിരുന്നു. 2. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. 3. ലോങ് മാർച്ചിന്റെ നേതാവായിരുന്നു. 4. 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി സ്ഥാനമേറ്റു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3, 4 ശരി. ഓപ്ഷൻ 1, 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവ് സൻ യാത് സെൻ ആയിരുന്നു. സൻ യാത് സെൻ ആയിരുന്നു 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപകാരണമായി. 2. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. 3. വയനാട്ടിലെ കോൾക്കറുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. 4. തിരുവിതാംകൂറിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയായിട്ടുള്ള ഉത്തരം. നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ്. തിരുവിതാംകൂറിലെ അല്ല, മലബാറിലെ കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം എന്ന കൃതി എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ ഉർവശി ഭൂട്ടാലിയ. നിശബ്ദതയുടെ മറുവശം എന്ന കൃതി എഴുതിയത് ഉർവശി ഭൂട്ടാലിയ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആക്സിയം 4. ആക്സിയം 4 എന്നാണ് ദൗത്യത്തിന്റെ പേര്. ഇവിടെ ശുഭാൻശു ശുക്ലയാണ് 2026 ഇന്ത്യയിലെ പരമോന്നത സമാധാനകാല സൈനിക ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ചത് 2026 ശുഭാൻശു ശുക്ലയ്ക്കാണ്. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തു കൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം. ഉത്തരം ഓപ്ഷൻ എ ഹംബോൾട്ട് പ്രവാഹം. ഹംബോൾട്ട് പ്രവാഹത്തിന്റെ മറ്റൊരു പേരാണ് പെറു പ്രവാഹം. അപ്പം ഇതൊരു ശീതജല പ്രവാഹമാണ്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ബെൻഗുല പ്രവാഹം. അപ്പം ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് ചേർന്നൊഴുകുന്ന ശീതജല പ്രവാഹമാണ് ബെൻഗുല പ്രവാഹം. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരം ചേർന്നൊഴുകുന്ന ശീതജല പ്രവാഹമാണ് ബെൻഗുല പ്രവാഹം. ഒയാഷിയോ പ്രവാഹം എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രത്തിൽ നിന്നും പസഫിക്കിലേക്ക് ബെർലിൻ കടലിടുക്ക് വഴി ഒഴുകുന്ന ശീതജല പ്രവാഹമാണ് ഒയാഷിയോ പ്രവാഹം. ആർട്ടിക് സമുദ്രത്തിൽ നിന്നും പസഫിക്കിലേക്ക് ബെർലിൻ കടലിടുക്ക് വഴി ഒഴുകുന്ന ശീതജല പ്രവാഹമാണ് ഒയാഷിയോ പ്രവാഹം. ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരം ചേർന്നൊഴുകുന്ന ഉഷ്ണജല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരം ചേർന്നൊഴുകുന്ന ഉഷ്ണജല പ്രവാഹം.
അപ്പോൾ ഇവിടെ ശീതജല പ്രവാഹവും ഉഷ്ണജല പ്രവാഹവും പറഞ്ഞു. ശീതജല പ്രവാഹം എന്ന് പറയുന്നത് ധ്രുവങ്ങളിൽ നിന്നും ഇക്വേറ്ററിലേക്ക് ഒഴുകുന്ന പ്രവാഹമാണ് ശീതജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. ഉഷ്ണജല പ്രവാഹം എന്ന് പറയുന്നത് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്ററിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് ഒഴുകുന്ന പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വെക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ് ഒപ്പുവെക്കുന്നത് 1987 സെപ്റ്റംബർ 16. 1987 സെപ്റ്റംബർ 16 ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓസോൺ പാളിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടേക്കുന്നത്. അതായത് ഈ ക്ലോറോഫ്ലൂറോ കാർബണുകളുടെ ഉപയോഗം നിയന്ത്രിക്കാൻ 1987 ഒപ്പുവെച്ച ഉടമ്പടിയാണിത്. അപ്പം ഒപ്പുവെക്കുന്നത് സെപ്റ്റംബർ 16. അപ്പം സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓപ്ഷനിൽ കോട്ടിയോ പ്രോട്ടോകോൾ വന്നിട്ടുണ്ട്. കോട്ടിയോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ആഗോള താപനം കുറയ്ക്കുന്നതിനായി ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട കരാറാണ് കോട്ടിയോ പ്രോട്ടോകോൾ. ആഗോള താപനം കുറയ്ക്കുന്നതിനായി ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ ലക്ഷ്യമിട്ട കരാറാണ് കോട്ടിയോ പ്രോട്ടോകോൾ. വർഷം 1997 ഡിസംബർ 11. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി, സ്പാഡെക്സ്. സ്പാഡെക്സിന്റെ ഫുൾ ഫോം സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ് സ്പാഡെക്സിന്റെ ഫുൾ ഫോം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതാണ് എന്ന് കണ്ടെത്തുക. 1. സഹാറ മരുഭൂമിയിലെ ഹർമറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു. 2. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. 3. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചരിവിൽ ഫോൺ ശീതക്കാറ്റ് വീശുന്നു. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം. ഇതില് മൂന്നാമത്തത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ചിനൂക്കാണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയിൽ കിഴക്കൻ ചരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ആൽപ്സ് പർവ്വത നിരയിൽ വടക്കേ ചരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫോണ്. ശീതക്കാറ്റല്ല, ഉഷ്ണക്കാറ്റാണ് ഫോൺ. അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത്തെ ചോദ്യം, ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി, മഹാനദി ഗോദാവരി ഡെൽറ്റ. അപ്പോൾ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമാണ് ചിൽക്ക തടാകം. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. സർദാർ സരോവർ പദ്ധതി ഗുജറാത്തിലെ കെവാഡിയിലെ നർമ്മദ നദിക്ക് കുറുകെയാണ് സർദാർ സരോവർ പദ്ധതി. ഗുജറാത്തിലെ നർമ്മദ നദിയിലാണ് സർദാർ സരോവർ ഡാം നിൽക്കുന്നത്. അടുത്ത ചോദ്യം, നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. 1. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. 2. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. 3. ദാരിദ്ര്യ നിർമ്മാർജ്ജനം പരിപാടിയുടെ ഭാഗമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അപ്പം സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്ന് പറയുന്നത് നഗരപ്രദേശത്തുള്ള ദരിദ്രരുടെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും അവർക്ക് സ്ഥിരമായി പൊതുജീവന മാർഗം ഉറപ്പാക്കുന്നതിനുമായി ആവിഷ്കരിച്ച സ്കീമാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നിലവിൽ വന്നത് 1997 ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ എന്നുവെച്ചാൽ നഗരപ്രദേശങ്ങളിലെ ദരിദ്രർക്ക് സ്വയം തൊഴിലിലൂടെ വേതനം കണ്ടെത്താനുള്ള പദ്ധതിയാണിത്. ഇതിന്റെ കേരളത്തിലെ നോഡൽ ഏജൻസി കുടുംബശ്രീ ആണ്. 2016 ഇത് ദീൻ ദയാൽ അന്ത്യോദയ യോജന എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അപ്പോൾ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന അഥവാ ദീൻ ദയാൽ അന്ത്യോദയ യോജന എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം ഓപ്ഷൻ ബി, 10ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ഇത് നിലവിൽ വന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005 പ്രകാരമാണ് ഇത് നിലവിൽ വരുന്നത്. അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് ഒരു സാമ്പത്തിക വർഷം കുറഞ്ഞത് ഒരു 100 ദിവസത്തേക്ക് വേതനത്തോടു കൂടിയ തൊഴിൽ ഉറപ്പാക്കുക.
അതുവഴി പാവപ്പെട്ടവരുടെ ദരിദ്രരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2025 ഡിസംബറിൽ കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച പുതിയ ബില്ല് പ്രകാരം ഇതിന്റെ പുതിയ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാക്കി. അത് മാത്രമല്ല 100 ദിവസമുള്ളത്, ഒരു സാമ്പത്തിക വർഷത്തിൽ 100 ദിവസം തൊഴിലെന്നുള്ളത് 125 ദിവസമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അതിൽ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതാണ് 10ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കേരള വികസന മോഡൽ എന്നറിയപ്പെടുന്നത്, കേരള ഡെവലപ്മെന്റ് മോഡൽ അഥവാ കേരള വികസന മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളെയും സമഗ്ര വികസനം. അപ്പം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 10ാം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം. 5ാം പഞ്ചവത്സരയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഏത്? 1. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. 2. മിശ്ര കാർഷിക ഉൽപ്പന്നങ്ങളിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലെത്തിക്കുക. 3. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. 4. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇത് എല്ലാം തെറ്റാണ്, പ്രസ്താവനകളെല്ലാം തെറ്റാണ്. ഇതെല്ലാം ഈ 4ഉം നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇതുകൂടാതെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ? വ്യവസായ സേവന മേഖലകളിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മിശ്ര കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാർഷിക മേഖലയെ പുരോഗതിയിലെത്തിക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. അപ്പം ഇതൊക്കെയാണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ. അപ്പം നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജാനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. വൈസ് പ്രസിഡന്റ് സുമൻ ബെറി. CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യനായിരുന്നു, റിട്ടയർഡായി. അപ്പോൾ ഇപ്പോൾ താൽക്കാലിക CEO ആയിട്ട് നിയമിതയായത് നിധി ചിബർ. നിധി ചിബറാണ് നീതി ആയോഗിന്റെ താൽക്കാലിക CEO. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഓപ്ഷൻ ഡി ആണ്, സുസ്ഥിര വികസനം. സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് 3ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. അതായത് ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പം അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സാമൂഹിക നീതിയും സമത്വമുള്ള വളർച്ചയും. കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയും കൂടിയാണ്. അത് മാത്രമല്ല സ്വാതന്ത്ര്യം നേടിയതിന്റെ 50ാം വാർഷികത്തിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയും കൂടിയാണ്. അപ്പൊ എന്തൊക്കെയാണ്? സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി, പ്രധാന ലക്ഷ്യം സാമൂഹിക നീതിയും സമത്വമുള്ള വളർച്ചയും, കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി, സ്വാതന്ത്ര്യം നേടിയതിന്റെ 50ാം വാർഷികത്തിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണ ഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി ആണ്, കർണാടക. ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്ന് അഭിപ്രായപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ സി, മൻമോഹൻ സിംഗ്. ലെയ്സ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ ബി, ആദം സ്മിത്ത് ആണ് ഉത്തരം. ലെയ്സ് ഫെയർ സിദ്ധാന്തം എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരമാവധി കുറയ്ക്കണം എന്ന വാദം ഉന്നയിച്ച സിദ്ധാന്തമാണ് ലെയ്സ് ഫെയർ സിദ്ധാന്തം. ആവിഷ്കരിച്ചത് ആരാണ്? ആദം സ്മിത്ത് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും ആദം സ്മിത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? 1.
ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയ് 1934 2. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 3. ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26 4. സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. 1, 2, 3 ശരിയായിട്ട് വരുന്നത്. 4. സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അതായത് താൽക്കാലിക പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് 1946 ഡിസംബർ 11 സ്ഥിരം പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആമുഖം. 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഇതാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. 22ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏവ? 1. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. 2. ഭരണഘടനയുടെ ഭാഗം 4 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 3. ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള ഒരു മാർഗമാണ് ചിരകാലവാസം. 4. ഭരണഘടനയുടെ വകുപ്പ് 4 മുതൽ 12 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി PSC ക്യാൻസൽ ചെയ്തതാണ്. ഉത്തരം വരുന്നത് 2ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. 2 എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗം 4 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പറയുന്നത് തെറ്റാണ്. ഭാഗം 2 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 4 നിർദ്ദേശ തത്വങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള കാരണം എന്ന് പറയുന്നത് വകുപ്പ് 4 മുതൽ 12 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് പറയുന്നു. തെറ്റാണത്. 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക എന്നുള്ള പോർഷൻ ആണ്. ഇതിൽ ഉത്തരം വരുന്നത് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശരീരം ഹാജരാക്കുക. മാൻഡമസ് എന്ന് പറയുന്നത് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. എന്ത് അധികാരത്തിൽ എന്നർത്ഥം വരുന്ന റിട്ടാണ് കോവാറന്റോ. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് തടയുക, നിരോധിക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ്. ഈ 4 റിട്ട് കൂടാതെ ഒരു റിട്ടും കൂടി ഉണ്ട്, സെറിഷ്യോററി. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സാക്ഷ്യപ്പെടുത്തുക. സാക്ഷ്യപ്പെടുത്തുക എന്നർത്ഥം വരുന്ന റിട്ടാണ് സെറിഷ്യോററി. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 226. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നിർദ്ദേശക തത്വങ്ങളിലാണ് ആർട്ടിക്കിൾ 44 ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 44 എന്താണ് പറയുന്നത്? യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ്. യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 44 ഉൾപ്പെട്ടിരിക്കുന്നത്. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, നിലവിലെ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ്. ഗ്യാനേഷ് കുമാറാണ് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ നിലവിൽ A. ഷാജഹാൻ ആണ്. മാർച്ച് 30 A. ഷാജഹാൻ വിരമിക്കുന്നതിനെ തുടർന്ന് പുതിയതായിട്ട് നിയമിതനായ KG സനൽകുമാർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചുമതലയേൽക്കും. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാന്ന് ചോദിച്ചാൽ രത്തൻ U. കേൽക്കർ. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണി. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. അടുത്ത ക്വസ്റ്റ്യൻ. BNSSന്റെ പൂർണ്ണ രൂപം ഏത്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നാണ് BNSSന്റെ പൂർണ്ണ രൂപം. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിന്റെ ക്ഷേമത്തിനായുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിനും വ്യക്തിവികാസത്തിനും ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. കേരള സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത് എന്നു മുതൽ? ഉത്തരം ഓപ്ഷൻ എ, 2018. 2018 ജനുവരി 1 ഇതിന്റെ ചട്ടങ്ങൾ നിലവിൽ വരുന്നത്. 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, കേരളം. അപ്പോൾ
കേരള കർഷക കടാശ്വാസ കമ്മീഷൻ നിലവിൽ വന്ന വർഷവും അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയുമാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2006 കേരള കർഷക കടാശ്വാസ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കടക്കെണിയിലായ കർഷകരെ സഹായിക്കാനായി രൂപീകരിച്ചതാണ് കേരള സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ. അതായത് കൃഷിനാശം, പ്രകൃതിക്ഷോഭം, വിലത്തകർച്ച എന്നിവ മൂലം കടക്കെണിയിലായ കർഷകരെ സഹായിക്കാനായി. അപ്പോൾ ഇത് നിലവിൽ വന്നത് 2006 ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.